ഇന്നത്തെ അറിയിപ്പുകൾ. സംസ്ഥാനത്ത് മഴ ശക്തമാകും. 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനഫലമായി സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജാഗ്രതയുടെ ഭാഗമായി 9 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് തീവ്രമഴ മുന്നറിയിപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. വ്യാഴാഴ്ച മലപ്പുറം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പുണ്ട്. തെക്കൻ ഗുജറാത്ത് തീരം മുതൽ വടക്കൻ മധ്യ കേരള തീരം വരെ സമുദ്രനിരപ്പിലാണ് തീരദേശ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നത്. കിഴക്കൻ മധ്യപ്രദേശിനും അതിനോട് ചേർന്നുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദ മേഖലയുണ്ട്. ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയടിച്ചേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വിഴിഞ്ഞം തുറമുഖത്തെ ഓഹരി കൈമാറ്റത്തിൽ കേരളത്തിന്റെ താൽപര്യം ബലി കഴിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. വിഴിഞ്ഞം തുറമുഖത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ താൽപര്യം ബലികഴിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനവും സംസ്ഥാന സർക്കാർ സ്വീകരിക്കില്ലെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. വിഴിഞ്ഞം തുറമുഖത്ത് അദാനി ഗ്രൂപ്പ് 49% ഓഹരി MSC ഷിപ്പിംഗ് കമ്പനിക്ക് നൽകാൻ മുൻകൂർ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് നൽകിയ അപേക്ഷ മന്ത്രിസഭായോഗം ചർച്ച ചെയ്തു. കൺസെഷൻ എഗ്രിമെന്റും കേരളത്തിന്റെ താൽപര്യങ്ങളും പരിഗണിച്ച് നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ എംപവേർഡ് കമ്മിറ്റിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. എംപവേർഡ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രിസഭായോഗം വീണ്ടും പരിഗണിക്കും. വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉടമസ്ഥാവകാശം സർക്കാരിനാണ്. അദാനി ഗ്രൂപ്പ് ഓപ്പറേറ്റർ മാത്രമാണ്. സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ഓഹരി കൈമാറ്റം നടത്താൻ കഴിയില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിഴിഞ്ഞത്ത് ഒരാളുടെയും കുത്തക പാടില്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ കൺസെഷൻ കരാറിൽ വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കരാർ പ്രകാരം കോമൺ യൂസർ ഫെസിലിറ്റി ഉറപ്പാക്കിയിട്ടുണ്ടെന്നും ഒരാളുടെയും കുത്തക അവിടെ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വയനാട് മേപ്പാടിയിലെ മണ്ണിടിച്ചിലിന് പിന്നാലെ തുരങ്കപാത നിർമ്മാണ ചുമതലയുള്ള ദിലീപ് കമ്പനിക്ക് ഓഹരി വിപണിയിൽ തിരിച്ചടി. 1.69% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഓഹരി ഒന്നിന് 427 രൂപ 40 പൈസ എന്ന നിലയിൽ കമ്പനിയുടെ ഓഹരികൾ വ്യാപാരം തുടങ്ങിയത്. പിന്നീട് 415 രൂപ വരെ ഓഹരിയിൽ ഇടിവുണ്ടായി. വ്യാപാരം അവസാനിക്കുമ്പോൾ 1.69% ഇടിവാണ് രേഖപ്പെടുത്തിയത്. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ മേഖലയിലുണ്ടായ മണ്ണിടിച്ചിലിന് പിന്നാലെയാണ് നിർമ്മാണ കമ്പനിയായ ദിലീപ് ബിൽഡ്കോൺ ഓഹരി വിപണിയിൽ തിരിച്ചടി നേരിട്ടത്. 1987 ദിലീപ് സൂര്യവംശി സ്ഥാപിച്ച ദിലീപ് ബിൽഡേഴ്സ് എന്ന കൺസ്ട്രക്ഷൻ കമ്പനിയാണ് പിന്നീട് കോടികൾ വരുമാനമുള്ള ദിലീപ് ബിൽഡ്കോണായി മാറിയത്. 2016 കമ്പനി ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്യുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിലാണ് കോഴിക്കോട് ജില്ലയെ വയനാടുമായി ബന്ധിപ്പിക്കുന്ന തുരങ്കപാത നിർമ്മാണ കരാർ ബിൽഡ്കോണിന് ലഭിക്കുന്നത്. വയനാടിന് പുറമെ 4 ഇടങ്ങളിൽ കമ്പനിയുടെ തുരങ്ക നിർമ്മാണ പദ്ധതികൾ നടക്കുന്നുണ്ട്. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിയുടെ നിർമ്മാണത്തിനുള്ള 1115 കോടി രൂപയുടെ കരാറും കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു. നിലവിൽ റോഡുകൾക്കും ഹൈവേകൾക്കും പുറമെ വിമാനത്താവളം, റെയിൽവേ, പാലങ്ങൾ, പെട്രോളിയം തുടങ്ങിയ മേഖലകളിലും ദിലീപ് ബിൽഡ്കോൺ സാന്നിധ്യമുറപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.